ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് സയ്യിദുൽ ബശർ 61ാമത്തെ ക്ലാസ്. ഇതിൽ പരാമർശിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ദാറുൻ നദ്വയിൽ നടന്ന മീറ്റിംഗ്, അതിന്റെ വിവരങ്ങളാണ് ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ നമുക്ക് ആ വിവരണങ്ങൾ കാണാം, കേൾക്കാം. നദുവത്തും ഫി ദാരിൻ നദുവ, ദാറുൻ നദുവയിൽ നടന്ന ഓഫീസ് മീറ്റിംഗ്, നദുവത്ത് മീറ്റിംഗ്. കാന അഫ്റാദും മിനൽ മുസ്ലിമീൻ, അഫ്റാദ് എന്ന് പറഞ്ഞാൽ മെമ്പർമാർ, ഫർദ് അഫ്റാദ്. അഫ്റാദും മിനൽ മുസ്ലിമീന ഖദ് ഹാജറു ഇലൽ മദീന, അവർ ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു. ഇലൽ മദീന, മദീനയിലേക്ക്. ഖബല ബൈഅത്തിൽ അഖബത്തിൽ അഖീറ, രണ്ടാം ഉടമ്പടി പറഞ്ഞല്ലോ നമ്മൾ. ആ രണ്ടാം ഉടമ്പടിയുടെ മുമ്പ്, അവസാനത്തെ ഉടമ്പടിയുടെ ആ ബൈഅത്തിന്റെ മുമ്പ് തന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് പല ആൾക്കാരും നേരത്തെ ഹിജ്റ പോയിട്ടുണ്ട്. ഫക്കാന അവ്വലു മൻ ഹാജറ ഇലൈഹ, മദീനയിലേക്ക് ആദ്യമായി ഹിജ്റ പോയത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അദാലിക ഖബലൽ അഖബത്തി സാനിയത്തി ബിസനത്തിൻ, ഒരു വർഷം മുമ്പ്. ഈന ഖദിമ മിനൽ ഹബശ, ഹബശയിൽ നിന്ന് മക്കയിലേക്ക് വന്നതാണ് അബൂ സലമ. ഫാദാഹു അഹ്ലുഹ, അവരുടെ ബന്ധുക്കള്, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുക്കൾ ബഹുമാനപ്പെട്ടവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. വസമിഅ ബി ഇസ്ലാമി ബഅദിൽ അൻസാർ, അതുപോലെ അൻസാരികളായ ചിലരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരം അബൂ സലമ റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോൾ അങ്ങോട്ട് മദീനയിലേക്ക് പോയി. തുമ്മ ഹാജറ ആമിർ ബിൻ റബിയ, ആമിർ ബിൻ റബിയാണ് രണ്ടാമത് ഹിജ്റ പോയത്. ബിംറാഅത്തിഹി ലൈല, ഭാര്യ ലൈലയെ കൂട്ടി. സുമ്മ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ്, പിന്നെ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ബി അഖീഹി, സഹോദരനും ബാഹ്ലിഹി, ബന്ധു കുടുംബത്തെയും കൂട്ടി. സുമ്മ തതാബഅൽ മുഹാജിറൂൻ, പിന്നെ മുഹാജിറുകൾ തുടരെയായി നാട് വിട്ടുപോയി. ഫലം യംലി ബഅദൽ അഖബത്തി സാനിയ, അങ്ങനെ രണ്ടാം അഖബ കഴിഞ്ഞു. ഇല്ല ഷഹ്റാനി, ഏകദേശം 2 മാസം കഴിയുമ്പോഴേക്ക് 2 മാസവും 10ഓളം ദിവസവും, 10 ചില്ലാനം ദിവസവും കഴിഞ്ഞപ്പോ ഹത്ത ലഹിഖ ജുംഹൂറുൽ മുസ്ലിമീൻ, മുസ്ലിം ഭൂരിപക്ഷവും പോയി ചെന്നു ചേർന്നു. ബി ഖുവാനിഹിമുൽ അൻസാരി ബിൽ മദീന, മദീനയിലെ അൻസാരികളായ സഹോദരങ്ങൾ അടുക്കലേക്ക് ചെന്നു ചേർന്നു. അധിക ആൾക്കാരും മക്ക വിട്ടു മദീനയിലേക്ക്. വൗശക്കത്തിൽ മദീനത്തു അൻ തകൂന മഖറൽ ഇസ്ലാം, മദീന ഇസ്ലാമിന്റെ ഒരു ഇടമായി മാറാൻ സാധ്യതയേറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദ്ദിവാരിൽ ഇതിൻ, ഇതിങ്ങൾ മക്കത്താണ് ഉള്ളത്, മക്കത്ത് വെയിറ്റ് ചെയ്യാൻ, സമ്മതം പ്രതീക്ഷിക്കാൻ. ഇതിൻ പെർമിഷൻ, സമ്മതം. ഇന്തിളാർ, വെയിറ്റ് ചെയ്യാൻ, പ്രതീക്ഷിക്കുകയാണ്. മിൻ റബ്ബിഹി, അല്ലാഹുവിൽ നിന്ന്. ഫഅൻസലല്ലാഹു തആല അലൈഹി, അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുത്തു. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ് വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. വഖുൽ, നബി തങ്ങളോട് പറയാണ്, ദുആ ചെയ്യ, റബ്ബി അല്ലാഹുവേ, അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, ഒരു സത്യസന്ധമായ ഇടത്തേക്ക് എനിക്ക് പ്രവേശനം തരൂ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യസന്ധതയുള്ള, ഒരു ശരിയുള്ള, നേരും നെറിയുമുള്ള ഒരു യാത്ര, ഒരു വേർപാട്, അല്ലെങ്കിൽ ഒരു പുറപ്പെടൽ, അതും തരൂ. വജഅൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ, റബ്ബേ, നിന്റെ അടുക്കൽ നീ എനിക്ക് തരണേ സുൽത്താനൻ, സഹായം, അധികാരം, വലിയ ഒരു സഹായം തരണേ, വലിയൊരു മദത് തരണേ. ഫതലത്ത് ഖുറൈശുൽ ഖത്തർ, ഫതലത്ത് ഖുറൈശുൽ ഖത്തർ, ഖുറൈശികൾ ഗൗരവം മനസ്സിലാക്കി. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളൊക്കെ ഇവിടം വിട്ടു പോയാൽ ഇനി അവിടെ അവർ തയച്ചു വളരും എന്ന ഗൗരവം അവർ മനസ്സിലാക്കി. മക്കത്ത് തന്നെ അവർ വളരുകയാണല്ലോ, മദീനത്ത് പോയാൽ അവർ ഈ ഉഷാറാവും മനസ്സിലാക്കി. വസാറു മിൻ ഖുറൂജിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹദരിൻ, നബിതങ്ങൾ പോകുന്നത് അവര് വല്ലാതെ ഭയപ്പെട്ടു. വസാറു അലാ ഹദരിൻ, അവര് സൂക്ഷിക്കാൻ തുടങ്ങി, ഭയപ്പെടാൻ തുടങ്ങി. മിൻ ഖുറൂജിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമകൾ പുറപ്പെടുന്നത്. ഫജ്തമഉ, അവർ യോഗം ചേർന്നു. ഈ ദാരിൻ നദുവ, ദാറുൻ നദുവയിൽ. ദാറുൻ നദുവ എന്ന് പറഞ്ഞാൽ
ഈ ദാറു കുസൈബിൽ കിലാബ് കുസൈബിൻ കിലാബിന്റെ വീടാണ്. കാനത്ത് ഖുറൈശുല്ലാ തഖ്ദി അംറൻ ഇല്ലാ ഫീഹ, ഏത് തീരുമാനം അവിടുന്ന് എടുക്കുള്ളൂ. വഹിയ അവ്വലു ദാരിൻ ബുനിയത്ത് ബി മക്കത്ത, മക്കയിൽ ആദ്യം നിർമ്മിച്ച വീടാണ്. വക്കാനത്ത് ജിഹത്തൽ ഹിജറിന്റെ ഭാഗത്തായിരുന്നു അത്. വക്കാന ലഹ ബാബുൻ ലിൽ മസ്ജിദ്, പള്ളിയിലേക്ക് അവിടുന്ന് ഒരു ബാബുണ്ട്. മക്കയിലെ പള്ളിയിലേക്ക് അഥവാ കഅബയിലേക്ക് ഒരു എന്തുണ്ട്, മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു ബാബുണ്ട്. വകാന ലാ യദ്ഖുലുഹാ ഇൻദൽ മശ്വറത്തി മിൻ വലദി ഖുസൈൻ ഇല്ല ബിൻ 40 സന, 40 വയസ്സുള്ളവരെ അവിടെ മീറ്റിംഗ് പങ്കെടുക്കുള്ളൂ. അത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. തശാവറൂന ഫി അബ്ദിഹി, അവരുടെ യോഗ തീരുമാനം എന്താണ്? നബിതങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഫാശാറ ബഅദുഹും, ചിലർ അഭിപ്രായപ്പെട്ടു ബി ഹബ്സി, നബിതങ്ങളെ അറസ്റ്റ് ചെയ്യുക, ഹത്താ യമൂത, മരണം വരെ. ബഅദുഹും ബി നഫി, ചിലർ പറഞ്ഞു നാടുകട മിൻ ബിലാദിഹിം, അവരുടെ നാടുകളിൽ നിന്നും. ബഅദുഹും, ചിലർ അഭിപ്രായം പറഞ്ഞു ബി ഖത്ലി, കൊലപ്പെടുത്താം. ഈ കാന സ്വാഹിബ് ഹാദർ റഹി, കൊലപ്പെടുത്താമെന്ന അഭിപ്രായം പറഞ്ഞ ഈ അഭിപ്രായത്തിന്റെ ആള് അബൂജഹലായിരുന്നു. കാല, അബൂജഹൽ പറഞ്ഞു, ഞാൻ അഭിപ്രായപ്പെടുന്നത് മിൻ കുല്ലി ഖബീലത്തിൻ, എല്ലാ ഗോത്രത്തിൽ നിന്നും സ്വീകരിക്കുക, ഫതൻ ഷാബൻ, ഒരു നല്ല യുവാവിനെ, ജലീദൻ, നല്ല ആഫിയത്തുള്ള, നസീവൻ, തറവാടുള്ള, വസീത്തൻ, നല്ല ഉഷാറുള്ള, തുമ്മനൊഴുത്തി കുല്ല ഫതൻ, എല്ലാവർക്കും കുല്ല ഫതൻ മിൻഹും, അവർക്കെല്ലാവർക്കും കൊടുക്കുക, സൈഫൻ സ്വാരിമൻ, നല്ല വാള് കൊടുക്കുക, ഹത്താ യദ്രിബൂഹു, എല്ലാരും കൂടെ വെട്ടുക, ദർബത്ത് റജുലിൻ വാഹിദിൻ, ഒരേ വെട്ട എല്ലാരും വെട്ടുക. അപ്പൊ ആരാ വന്നത് എന്ന് ഒറ്റപ്പെടരുത്. ഫയതഫറഖു ദമുഹു ഫിൽ ഖബായിൽ, എല്ലാ ഗോത്രത്തിലും ആ ഉത്തരവാദിത്വം. അപ്പൊ എല്ലാ ഗോത്രത്തെയും കൂടി എന്ത് ചെയ്യാൻ കഴിയില്ല. ഫലാ യഖ്ദുറു, സാധ്യമല്ല. ബനു അബ്ദുമനാഫിന് കഴിയില്ല. അലാ ഹർബി ഖൗമിഹിം ജമിയാൻ, എല്ലാരോടും യുദ്ധം ചെയ്യാൻ കഴിയില്ല. ഫയറുള്ളൗന ബിൽ അഖ്ൽ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി പിന്മാറിക്കോളും. ഫൻസറഫത്തു ഖുറൈശുൻ, ഖുറൈശികൾ പിരിഞ്ഞു. മുജ്മിഈന അലാ ഹാദർ റഅയ്, ഈ തീരുമാനത്തിൽ ഏകോപിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു. അപ്പോ ഈ ഗൂഢാലോചന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അവസാനം ഗൂഢാലോചന നടക്കുന്നു. സ്വന്തം നാട് വിട്ടു പോകാൻ പോലും അനുവദിക്കുകയില്ലെന്ന പ്രതിസന്ധി വരുന്നു. അങ്ങനെ സമ്മതിക്കുകയില്ലെന്ന് ശത്രുക്കൾ തീരുമാനിക്കുന്ന സാഹചര്യം വരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ വന്നാലെല്ലാം താൻ ഉൾക്കൊള്ളുന്ന ഒരു ശരിക്കു വേണ്ടി, ഒരു ന്യായത്തിനു വേണ്ടി, വലിയൊരു നന്മക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള മനസ്സിനാണ് ലോകത്തോളം വലിയ നന്മ സൃഷ്ടിക്കാൻ കഴിയുക. അതുകൊണ്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നും ലോകം അംഗീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി, ആർക്കും തിരുത്താൻ കഴിയാത്തൊരു വൈജ്ഞാനിക ലോകമായി, ആർക്കും എപ്പോഴും അംഗീകൃതമായ നന്മയുടെ ഒരു സംജ്ഞയായി പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിന്റെ മതം, അത് ലോകത്തിനു മുമ്പിൽ തെളിഞ്ഞു നിൽക്കാനുള്ള കാരണം ഈ ത്യാഗ സമർപ്പണമാണ്. സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ ഈ സമർപ്പിച്ചതാണ് ഇന്ന് നമുക്കെല്ലാം നമ്മുടെ സ്വത്വം ഏതെങ്കിലും മനുഷ്യന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും അധാർമികതയിലും അജ്ഞതയിലുമായി ജീവിച്ച് തീർന്നു പോകുന്നതിന് പകരം നല്ല ശാന്തി സുന്ദരമായ, സമത്വമുള്ള, ഐശ്വര്യമുള്ള, സന്തോഷമുള്ള, നന്മയുള്ള, മൂല്യമുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞത് സൃഷ്ടിച്ച സൃഷ്ടാവിന് മുമ്പിൽ മാത്രമേ നമ്മുടെ സ്വത്വം സമർപ്പിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് ജീവിക്കാൻ കഴിയാനുള്ള കാരണം നബിതങ്ങളുടെ ഈ സമർപ്പണത്തിന്റെ ഫലമാണ്. അള്ളാഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ധാരാളം സ്നേഹിക്കാനും അവിടുത്തെ മാതൃകകൾ ഉൾക്കൊള്ളാനും നമുക്ക് സൗഭാഗ്യം ഏകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.